ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. യേശു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും പോലെ വേർതിരിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ വരവിന് ശേഷം സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ വിളിക്കുന്ന ഒരു ദിവസം, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയനും ചെമ്മരിയാടുകളും കോലാടുകളും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്. ഇപ്പം 2 വിഭാഗത്തെയാണ് ഒന്ന് വേർതിരിക്കുന്നത്. ഒന്ന് ചെമ്മരിയാട്, മറ്റൊന്ന് കോലാട്. ചെമ്മരിയാടിൻ്റെ സ്വഭാവം എന്താണ്? നല്ല സ്വഭാവമാണ്. കോലാടിൻ്റെ സ്വഭാവം അനുസരണയുള്ളത്. അനുസരണ ഉള്ളതല്ല, അനുസരണക്കേടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കോലാടിൻ്റെ സ്വഭാവമുള്ളത് അനുസരണക്കേടുള്ളതാണ്. എന്നാൽ ചെമ്മരിയാട് ദൈവത്തിൻ്റെ വചനത്തെ അത് അനുസരിക്കുന്നതും മറ്റുള്ളവരുടെ മനസ്സലിവും സ്നേഹവും കരുണയുള്ളതാണ് ചെമ്മരിയാട്. പലർക്കും ഇന്ന് ശുദ്ധീകരണ മെസ്സേജ് കേൾക്കേണ്ടാത്ത ഒരു താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, പിതാക്കന്മാരെ, സഭ ഒരു വർക്ക്ഷോപ്പാണ്. സഭ എന്താണ്? ഒരു വർക്ക്ഷോപ്പാണ്. നമുക്കറിയാം, ഒരു വർക്ക്ഷോപ്പിൽ ഒരു 4 വീലിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ വരുന്ന എല്ലാ വാഹനത്തിനും ഒരു പണിയല്ല, പല സൈസിലെ പണികൾ അതിൽ കാണും. ചിലത് ബ്രേക്ക് പോയത് കാണും, എൻജിൻ വർക്ക് കാണും, പല പ്രോബ്ലം ആ വാഹനത്തിന് കാണും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സഭയ്ക്കുള്ളിൽ കടന്നു വരുമ്പോൾ, ഓരോ മെസ്സേജ് കേൾക്കുമ്പോൾ അതെന്താണ് എൻ്റെ ജീവിതത്തിൽ കുറവുള്ളത്, അതിനെ സമർപ്പിക്കുമ്പോൾ, ആ വചനം ഏറ്റെടുക്കുമ്പോൾ നിനക്ക് പൂർണ്ണമായ വിടുതലവും സൗഖ്യവും ഉണ്ടാകും. അതിനെ ഏറ്റെടുത്താൽ മാത്രം പോരാ, അത് അനുസരിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ നിശ്ചയമായി നിനക്ക് അനുഗ്രഹമായി അത് മാറുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് 2 ആടുകളെ തിരിച്ചതായി കാണുവാൻ സാധിക്കും. ഒന്ന് ചെമ്മരിയാട്, മറ്റൊന്ന് കോലാട്. ഇതിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. കർത്താവെ, ഞാൻ ചെമ്മരിയാടാണോ അതോ കോലാടാണോ? അവരവരെ തന്നെ വിലയിരുത്തുക. ഒന്നും കൂടെ അത് വായിക്കാം ആ വചനം. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ
അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയനെയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്. കണ്ടോ, നല്ലിടയവനായ യേശു കർത്താവ് ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിച്ചു. ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നിന്നെയും നമ്മളെയും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല ജാതികളെയും സകല മനുഷ്യരെയും ന്യായവിസ്താരത്തിൽ കൊണ്ടുവന്ന് വേർതിരിക്കുന്ന ഒരു നാളുണ്ട്. അന്ന് നീ ലജ്ജിച്ച് പോകാതിരിക്കുവാൻ, അന്ന് നീ നാണിച്ച് പോകാതിരിക്കുവാൻ, അന്ന് നീ ദുഃഖിതരായി പോകാതിരിക്കുവാൻ ഇന്ന് നിന്നോട് പരിശുദ്ധാത്മാവ് ചില ഉപദേശങ്ങളെ നൽകുകയാണ്. ഒന്നാമത്തെ ഉപദേശം, നീ നിത്യതയിൽ കാണപ്പെടുവാൻ നീ ചെമ്മരി ആടാണോ കോലാടാണോ ഇന്ന് നിനക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കും. കേൾക്കുന്ന വചനം, ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നുപോയി, അത് നിങ്ങൾ മാത്രമല്ല എന്നിനുള്ള ദൂതായിരിക്കാം. നമ്മൾ സ്വയം ഏറ്റെടുക്കുമ്പോൾ നമ്മെ വിടുവിക്കുന്നവനായ കർത്താവ്, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, നമുക്ക് പാപമോചനം നൽകുന്ന കർത്താവ്, നമുക്ക് നല്ല വഴിയിൽ നടക്കുവാൻ കൃപ നൽകുന്ന കർത്താവ്, മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, കർത്താവെ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ എല്ലാം മാറിപ്പോകട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ, സാത്താനിക കോട്ടകൾ തകർന്നു വീഴട്ടെ. നസ്രീനായ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന വചനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവരട്ടെ. കർത്താവെ, വചനമായി അടിയൻ നിൽക്കുന്നു. അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് കർത്താവെ അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനത്തിൽ വിരുദ്ധമായി ദേശത്ത് പൊങ്ങുന്ന എല്ലാ വാഴ്ചയുടെ അധികാര ഇരുട്ടിൻ്റെ കോട്ടകളെ നസ്രീനായ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളും തകരട്ടെ. കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയനെയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലതുഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്ക് ചെമ്മരിയാടിനെ പോലെ നിൽക്കണോ അതോ കോലാടിനെ പോലെ നിൽക്കണമോ? നമുക്ക് തീരുമാനമെടുക്കാം. അതിന് നമ്മൾ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ പോകണമെങ്കിൽ, ഒന്ന്, നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാനും, 2, നീ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സൽക്കരിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും മറ്റുള്ളവർ എൻ്റെ ശ്രേഷ്ഠനാണെന്ന് കരുതുവാൻ സാധിക്കണം. സാദൃശ്യവാക്യം അതിൻ്റെ 28-ാം അധ്യായം 27-ാം വാക്യം, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല. ഇത് അനേക സഭയുടെ കർത്താവിൻ്റെ ദാസന്മാർ കേൾക്കുന്നുണ്ട്. സഭയ്ക്കുള്ളതാണ്, എല്ലാ വ്യക്തികൾക്കുമുള്ളതാണ്. നീ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ പോകണം. ഈ ദൂത് കേട്ട് നീ അനുസരിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ വചനം നിശ്ചയമായി അനുസരിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ നിനക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. സാദൃശ്യവാക്യം 28-ന്റെ 27, ദരിദ്രന് കൊടുക്കുന്നവൻ കുറച്ചിൽ ഉണ്ടാകുകയില്ല, കണ്ണ് അടച്ച് കളയുന്നവനോ ഏറിയ ശാപമുണ്ടാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അഭിഷിക്തന്മാരെ, ദരിദ്രനെ കാണുമ്പോൾ നീ അവനെ നിന്ദിക്കരുത്. ഒന്ന്,
നീ കോലാടിൻ്റെ കൂട്ടത്തിൽ വരുവാൻ നീ അവനെ നിന്ദിക്കരുത്, അവനെ പരിഹസിക്കരുത്. 2 അതേ മൂന്നാമത്തെ കാര്യം, നീ അവനെ നിസ്സാരനെന്ന് കാണരുത്. ഒരുപക്ഷെ നിൻ്റെ ചിന്താമണ്ഡലത്തിൽ അവൻ നിസ്സാരനെന്ന് നീ വിചാരിച്ചാൽ, എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, സഹോദരി സഹോദരന്മാരെ, അഭിഷക്ത മാതാപിതാവേ, എൻ്റെ കുഞ്ഞെ, നീ അവനെ നിസ്സാരനെന്ന് കണ്ടാൽ നിന്നെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും യജമാനനായ ദൈവമാണ്. ആ കർത്താവിന് മുഖവശമൊന്നുമില്ല. അവൻ നേരോടെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്ന എല്ലാവരും ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിസഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിൽ യോഗ്യനാകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുവെന്ന്, സഹോദരനെ നിസ്സാരനെന്ന് കണ്ടാൽ പോലും അത് ന്യായവിസ്താരത്തിൽ നമ്മൾ നിൽക്കേണ്ടത് വരും. ന്യായവിസ്താരത്തിൽ നിൽക്കേണ്ടത് വരുന്നത് അത് ചെമ്മരിയാടല്ല, അത് കോലാടാണ്. നീ ന്യായവിസ്താരത്തിൽ നിൽക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. അനേക സഭകളിൽ നല്ല കർത്താവിൻ്റെ അഭിഷക്തന്മാരുണ്ട്. നല്ല ഉപദേശം നൽകുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാരെ പല രാജ്യങ്ങളിലും കാണുവാനിട വന്നു. എന്നാൽ അനേക കർത്താവിൻ്റെ ദാസന്മാർ തെറ്റായ ഉപദേശം കൊടുത്തുകൊണ്ട് നന്മ കൊടുക്കില്ല എന്ന് പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അവരുടെ ഒന്നാമത്തെ സ്വഭാവം, അവർക്ക് ഇഷ്ടമുള്ളവർക്ക്, അവരുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് സ്നേഹമുള്ള അഭിഷിക്തന്മാർ, സ്നേഹമുള്ള സഹോദരന്മാർ, അവർക്ക് സ്നേഹമുള്ള സഭകൾ, ഇങ്ങനെ വരുന്ന വ്യക്തികൾക്ക് മാത്രം മുഖം നോക്കി നന്മ കൊടുക്കുന്ന അനേക അഭിഷക്തന്മാരുണ്ട്. അതുപോലെ തന്നെ ആ സഭയിൽ ഒരു എളിയ ദൈവദാസൻ കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരു എളിയ സുവിശേഷകൻ വന്നാൽ, അവനെ വെറും നിസ്സാരനായിക്കൊണ്ട് അവന് ഒരു പ്രോഗ്രാം കൊടുക്കുവാനോ, അതല്ല അവനെ ഒന്ന് കൈത്താങ്ങുവാനോ, അവനെ ഒന്ന് സൽക്കരിക്കുവാൻ പറ്റാത്ത അനേക സഭകളെ കാണുവാനിട വന്നു. അവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുവാനുള്ളത്, എൻ്റെ പ്രിയ അഭിഷിക്ത, എൻ്റെ പ്രിയ സഭയെ, നീ മരണത്തിൽ വസിക്കുന്നു. നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ സഭയ്ക്കുള്ളിൽ ഒരു അഭിഷേകം കടന്നു വരുമ്പോൾ, ഒരു കർത്താവിൻ്റെ ദാസൻ കടന്നു വരുമ്പോൾ, ഒരു സുവിശേഷകൻ കടന്നു വരുമ്പോൾ, ഒരു ദാരിദ്ര്യ മനുഷ്യൻ കടന്നു വരുമ്പോൾ, അവൻ്റെ വിഷയങ്ങളെ നീ അറിഞ്ഞ് കണ്ണടച്ചാൽ, വചനം പറയുന്നത് നിനക്ക് ഏറിയ ശാപമുണ്ടാകും. ഏറിയ ശാപമുണ്ടായാൽ നിൻ്റെ നിത്യത നഷ്ടപ്പെടും. റീബൽ ഹസ്തുന രഹസ്യ, നീ മനസ്സിലാക്കണം, നിൻ്റെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. അവൻ്റെ വചനം വിട്ട് അവൻ ഒന്നും ചെയ്യത്തില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്നാൽ തൻ്റെ വചനത്തെ വിട്ട് ദൈവം ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല, അത് മാറ്റത്തുമില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, എൻ്റെ പ്രിയ അഭിഷക്ത, എത്രയോ കർത്താവിൻ്റെ ദാസന്മാരെ സഭയ്ക്കുള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. അനേക അഭിഷക്തന്മാർ നിൻ്റെ സഭയ്ക്കുള്ളിൽ കണ്ണുനീരിലൂടെ കടന്നുപോയവരുണ്ട്. നീ മറക്കരുത്, അത് നിൻ്റെ സഭയ്ക്കുള്ളിൽ വ്യക്തിപരമായി അതിൻ്റെ പിന്നിൽ ആ അഭിഷക്തൻ്റെ നന്മ ആരെല്ലാം മുടക്കിയോ അവർക്കെല്ലാം തൻ്റെ ജീവിതത്തിൽ ഏറിയ ശാപം വരുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 28-27 സാദൃശ്യവാക്യം 28-27, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ലെന്ന് പറഞ്ഞാൽ, നീ ഒരു ദരിദ്രനായ മനുഷ്യന്, ഒരു അഭിഷക്തന്, സഹോദരിക്ക്, സഹോദരി
ആർക്കുമായിക്കൊള്ളട്ടെ. അവന് നീ 100 രൂപ കൊടുത്താൽ എൻ്റെ കർത്താവ് അതിന് 100 മടങ്ങ് നിനക്ക് തിരിച്ചു തരുന്നവൻ കർത്താവാണ്. കാരണം ആ എളിയവന് കൊടുക്കുന്നത് കർത്താവിന് കൊടുക്കുന്നതാണ്. കർത്താവ് അതിന് 10 മടങ്ങായി നമുക്ക് തിരിച്ചു നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, നീ കണ്ണ് അടച്ചു കളഞ്ഞാൽ ഏറിയ ശാപം ഉണ്ടാകും. എൻ്റെ വ്യക്തി ജീവിതമേ, പ്രവചനം മാത്രമല്ല കേൾക്കേണ്ടത്, ശുദ്ധീകരണ വചനം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാൻ, ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാൻ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കയറി വരിനെന്ന് പറയുവാൻ, ആ ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കുവാൻ നമ്മൾ ശുദ്ധീകരണ വചനം കേൾക്കുന്നവരായി മാറണം. ഒന്നാമത്തത്, നീ ദരിദ്രന് കൊടുത്താൽ നിനക്ക് കുറച്ചിലുണ്ടാകത്തില്ല. കുറച്ചിലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ല. കുറച്ചിലെന്ന് പറഞ്ഞാൽ നീ ഒരു എളിയവന് നന്മ കൊടുത്താൽ നിൻ്റെ ജീവിതത്തിൽ നീ ദാരിദ്ര്യനായി പോകത്തില്ല. നീ സമൃദ്ധി നിനക്കുണ്ടായിക്കൊണ്ടിരിക്കും. നീ ദരിദ്രന് കൊടുക്കുന്നതനുസരിച്ച്, ദരിദ്രനെ ആദരിക്കുന്നതനുസരിച്ച് ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തിയായി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി ദൈവം നിന്നെ മാറ്റും. രണ്ടാമത്, നിൻ്റെ ജീവിതത്തിൽ നന്മയുണ്ട്. ബാങ്കിൽ അനേകം ഡിപ്പോസിറ്റ് ഉണ്ട്, വലിയ സാലറി ഉണ്ട്. എളിയവന് നീ കണ്ടിട്ട് നീ നന്മ കൊടുക്കാതിരുന്നാലും, നന്മ മുടക്കിയാലും നിനക്ക് ഏറിയ ശാപമുണ്ടാകും. വചനം മറക്കരുത്. നന്മ കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകത്തില്ല. നന്മ കൊടുക്കുന്നവന് അവന് കുറവുണ്ടാകത്തില്ല. ദൈവം അതിന് 100 മടങ്ങ് കൊടുക്കും. മറിച്ച് നീ നന്മ കൊടുക്കാതിരുന്നാൽ, വേദപുസ്തകം ഈ സദൃശവാക്യം 28:27, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയ ശാപമുണ്ടാകും. നിനക്ക് ഏറിയ ശാപമുണ്ടായാൽ നിൻ്റെ നിത്യത നഷ്ടപ്പെടും. നീ ഏറിയ ശാപമുള്ള വ്യക്തിയാണോ? ഇന്ന് നിനക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ പറയുകയാണ്. എൻ്റെ വ്യക്തി ജീവിതമേ, എൻ്റെ സഹോദര, എൻ്റെ അഭിഷക്തി, എൻ്റെ പ്രിയ മാതാവി, സഹോദരി, എത്ര ദരിദ്ര മനുഷ്യനെ നന്മ മുടക്കിയ വ്യക്തിയാണ് നീ. നിന്നെ അറിയുന്നവനായ ഒരു കർത്താവുണ്ട്. നിന്നെ തൂക്കി നോക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ഇന്ന് മാനസാന്തരപ്പെടുവാൻ, അതിലൂടെ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ജീവിതത്തിലും ഏറിയ ശാപം കടന്നു വന്നിട്ടുണ്ട്. നീ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ട്. സഭയുടെ മുന്നിൽ എളിയ അഭിഷക്തന്മാർ വരുമ്പോൾ ഞാൻ സഭയുടെ ഇടയനായ അഭിഷക്തൻ, ഞാൻ കണ്ണും കൈയും കാലിച്ചുകൊണ്ട് അനേക സഹോദരന്മാരോട് തെറ്റായ ഉപദേശം കണ്ണിലൂടെയും കൈയിലൂടെയും ആംഗ്യത്തിലൂടെയും കാണിച്ച അനുഭവമുണ്ട്. കർത്താവെ, അത് ഞാൻ പാപമാണെന്ന് മനസ്സിലാക്കുന്നു. കണ്ണ് അടച്ചു കളയുന്നവന്, നീ മറ്റുള്ളവരോട് കണ്ണടയ്ക്കുവാൻ പറയുന്നതും നീ കണ്ണടച്ചാലും രണ്ടും പാപമാണ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറയുന്നത്, ഏറിയ ശാപം നിനക്കുണ്ടാകും. നീ ശാപത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിന്നോട് പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിനനുസരിച്ചല്ല നീ നടക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. നിൻ്റെ ഹൃദയം പറയും, ആ എളിയവൻ കള്ളനാണ്, ദുഷ്ടനാണ് എന്ന് പറയുമ്പോൾ നീ ഹൃദയത്തിന് അനുസരിച്ച് മറ്റുള്ളവർക്ക് അത് കൈമാറും. അവൻ കള്ളനാണെന്നുള്ള നീ തെറ്റായ സന്ദേശവും കണ്ണും കൈയും കാണിച്ചുകൊണ്ട് ആ എളിയവനെ നിന്ദിക്കുന്നതിലൂടെ നിനക്ക് ഏറിയ ശാപമുണ്ടാകും. നിൻ്റെ സ്വന്തം ഹൃദയത്തെ നീ ആശ്രയിക്കാതെ, അതിൻ്റെ 28:26 സാദൃശ്യവാക്യം 28:20, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. നീ ജ്ഞാനത്തോടെ നടന്നെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ, ഒന്ന്, നമ്മൾ എളിയവരെ ആദരിക്കുന്നവരായി, എളിയവനെ സൽക്കരിക്കുന്നവനായി, എളിയവനെ ബഹുമാനിക്കുന്നവരായി മാറണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ.
അനേകർ തെറ്റായ ഉപദേശം നൽകുന്നവരുണ്ട്. അഭിഷിക്തന്മാർ അനേകരുണ്ട്. നന്മ കൊടുക്കരുത്, വരുന്നവർക്ക് നന്മ കൊടുക്കരുത്, അവർ ശരിയല്ല എന്ന് പറയുന്ന തെറ്റായ ഉപദേശം. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, എൻ്റെ മാതാവേ, എൻ്റെ പിതാവേ, എൻ്റെ സഹോദര, എൻ്റെ അഭിഷിക്ത, നീ വ്യക്തിപരമായി നന്മ കൊടുത്തെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. ഓരോ മനുഷ്യനും വ്യക്തിപരമായി നന്മ കൊടുക്കണം, അല്ലെങ്കിൽ നിത്യരാജ്യത്ത് പോകുവാൻ സാധ്യമല്ല. സങ്കീർത്തനം 41. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. ഇത് ആരെയാണെന്നറിയോ? എളിയവനെ ആദരിക്കുന്ന മനുഷ്യനോടാണ് ദൈവം പറയുന്നത്. നീ എളിയവനെ ആദരിക്കുന്ന മനുഷ്യനാണോ? നീ എളിയവനെ സൽക്കരിക്കുന്ന മനുഷ്യനാണോ? നീ എളിയനെ ബഹുമാനിക്കുന്ന മനുഷ്യനാണോ? നീ എളിയന് വേണ്ടി കൈത്താങ്ങുന്ന മനുഷ്യനാണോ? എന്നാൽ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പരിപാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. നീ എളിയവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ നിൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ എളിയവനെ ആദരിക്കുന്ന വ്യക്തിയായി മാറട്ടെ. എന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ കടക്കുവാൻ, നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം, ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ അവിടുത്തെ വചനം മാറാത്ത വചനം. മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 19, 20, 21. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കൊടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയമുള്ളിടത്ത് നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. യേശുവേ ഹൃദയത്തിനുടയോനേ, ഹൃദയത്തെ കവർന്നോനേ, നിക്ഷേപം നീ തന്നെയാൻ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാൻ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, ഹൃദയത്തെ കവർന്നോനേ, നിക്ഷേപം നീ തന്നെയാൻ, ഹൃദയവും നിന്നിൽ തന്നെയാൻ. വേഗത്തിൽ വരണേ, വേഗത്തിൽ വരണേ എൻ പ്രിയ രക്ഷകനേ, പ്രാണപ്രിയനേ യേശുനാഥനേ, മാറനാഥ മാറനാഥ, എൻ്റെ നിക്ഷേപം നീ തന്നെയാൻ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയനെയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലതും കോലാടുകളെ തൻ്റെ ഇടതും നിർത്തി. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ കോലാടിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ കേട്ട വചനം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവെ, അനേകർ നന്മ മുടക്കിയ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അനേകർക്ക് നന്മ കൊടുക്കണ്ടെന്ന് സഭയുടെ അഭിഷക്തനോട് പറഞ്ഞ അനുഭവമുണ്ട്. കർത്താവെ, നീ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ.
എന്ന് ആര് പറയുന്നുവോ അവരെ വിടുവിക്കുന്നവനായ ദൈവം. നിൻ്റെ പാപം എത്ര കടും ചുമപ്പായാലും ആ പാപത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്നവനായ ഒരു യേശു കർത്താവുണ്ട്. നീ ഇന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറെടുത്താൽ നിന്നെ പരിപാലിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ആ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ നടത്തുന്ന ദൈവം നമുക്ക് ഇന്ന് തന്ന സന്ദേശം, നമ്മളെ എളിയവരെ ആദരിക്കുന്നവരായി, എളിയവരെ സൽക്കരിക്കുന്നവരായി മാറണം. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അവൻ്റെ ജീവിതത്തിൽ നന്മ കുറയത്തില്ല, നന്മ വർദ്ധിക്കും. എന്നാൽ രണ്ടാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചത്, ദരിദ്രനെ നീ കാണുമ്പോൾ കണ്ണടച്ചാൽ ഏറിയ ശാപമുണ്ടാകും. ഏറിയ ശാപമുണ്ടായാൽ നീ കോലാടിൻ്റെ കൂട്ടത്തിൽ പോകും. അത് വരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠനാണെന്ന് കരുതുവാൻ സാധിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹം വാക്കിനാലുള്ള സ്നേഹമല്ല, പ്രവൃത്തിയില്ലാത്ത ഒരു സ്നേഹവും ദൈവം സ്വീകരിക്കുന്നതല്ല. നീ പ്രവൃത്തിയുള്ള സ്നേഹമായി മാറണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനല്ല, കൈ താങ്ങണം. അവൻ്റെ പ്രയാസത്തിൽ ആശ്വസിപ്പിക്കുവാനും ബലം പകരുവാനും സാധിക്കണം. അങ്ങനെ നീ പകർന്നാൽ നീ ന്യായവിസ്താരത്തിന് മുന്നിൽ നിൽക്കാതെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കയറി വരുവാനുള്ള ശബ്ദം നിനക്ക് കേൾക്കുവാനിടവരും. ഈ കേൾക്കുന്ന ആരും ശാപമുണ്ടാകരുതും എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആരും നിത്യത നഷ്ടപ്പെടലും ഈ കേൾക്കുന്ന ഓരോരുത്തരും നിത്യതയിൽ കാണണമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും നിത്യതയിൽ കാണും. അതിന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തയ്യാറെടുക്കുക. എളിയവനെ ആദരിക്കുന്നവനായി മാറട്ടെ. എളിയവനെ കാണുമ്പോൾ നീ കണ്ണടച്ച് മറ്റുള്ളവരോട് കണ്ണടപ്പിച്ചും മറ്റുള്ളവരെ കൊണ്ട് നന്മ മുടക്കുന്ന വ്യക്തിയായി അല്ല, നീ നന്മ കൊടുപ്പിക്കുവാൻ ആ ഉത്സാഹമുള്ള വ്യക്തിയും നീ സ്വയമായി നന്മ ചെയ്യുവാനും നന്മ പ്രവർത്തിക്കുവാനും കഴിയുന്ന വ്യക്തിയായി മാറട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരണമേ. കർത്താവെ, ഓരോ വ്യക്തിമണ്ഡലങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി കേട്ട വചനം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവ് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളിൽ കണ്ണടച്ച അവസ്ഥകളുണ്ട്. നന്മ കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഉണ്ടായിട്ട് കൊടുക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കർത്താവെ, അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും കഴുകണമേ. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുറവുകളെ തെറ്റുകളെ ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് ആരെല്ലാം ഇന്ന് പറയുന്നുവോ അവരെ വിടുവിക്കുന്ന ഒരു സ്വർഗീയ അതോറിറ്റി ഇതിൻ്റെ മധ്യയിൽ കടന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ കണ്ട എല്ലാ ജനത്തെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ അവരെ അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണം, വിടുവിക്കണം. കർത്താവെ, അവിടുത്തെ നിത്യതയ്ക്ക് പോകുവാൻ അവരെ ഒരുക്കണം, ശക്തിപ്പെടുത്തണം. കേട്ട എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഈ കേൾക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ നിരാശകളും യേശുവിൻ നാമത്തിൽ മാറട്ടെ. ആഭിചാര മന്ത്രവാദ ശക്തികൾ നസ്രീനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. അടഞ്ഞ വാതിലുകൾ കുടുംബ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അഭിഷക്തന്മാരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, തകർന്നിരിക്കുന്ന ചില മേഖലക്ക് നീ പുതുവഴികൾ, പുതുവാതിലുകളെ തുറന്നതിനാണ് ഇന്നവരെ ജനത്തെ അനുഗ്രഹിക്കുന്നു. കണ്ണിനീരോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നിശ്ചയമായി നീ കരയുന്ന വിഷയത്തിന് മേൽ എൻ്റെ കർത്താവ് നിനക്കവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ച് ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെയും അത്ഭുതത്തെയും നിനക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. നിത്യതയ്ക്ക് പോകുവാൻ ഒരുക്കുവാൻ ശക്തി പകരട്ടെ. ഗോഡ് ബ്ലെസ് യു.